ശാന്താവെ കാണുന്നില്ല. ആ ബാത്റൂമിൽ എവിടെയെങ്കിലും നോക്ക്. എല്ലായിടത്തിലും തേടിയാച്ചില്ല. ആ കടവുള് 3-4 ദിവസമായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ റോന്തൂറ്റുണ്ടായിരുന്നു. അവൻ കൊണ്ട് കാണും. എന്ത് കടവുൾ? ആ പിച്ചക്കാരൻ ഓൻ കടവുൾ. അയ്യോ അണ്ണാ അപ്പടി சொல்லாதீங்கண்ணா. சாமி சொல்லக்கூடாது. എടി സൊല്ലാണ്ടെങ്ങനെയാ, സൊല്ലാതെ എങ്ങനെയാ? എടി അവനെ പിടിച്ച് നീ ഇവിടെ കയറ്റിയിരുന്നിട്ട് പാല് കൊടുക്കല്, പഴം കൊടുക്കല്, TV കാണിക്കല്, എന്തെല്ലാം ആയിരുന്നു. എന്നെ പിടിച്ച് അവന്റെ അടുത്തിരുത്തിയിലടി. അവനെ വൃത്തിയട്ടവൻ എന്റെ വായി കയറ്റിട്ട് ഞാൻ എത്ര പ്രാവശ്യമായി കുളിച്ചു. എന്താടി അവന്റെ പേര്? കാടലൻ, വൃത്തിയട്ടവൻ, പുഴുപ്പല്ലൻ, പാണ്ടി, നീഗ്രോ. എടി എടി അവൻ നിന്നെ കൊണ്ട് പോയിരുന്നെങ്കിലോ? പൊക്കോട്ടെ, ഞാൻ സഹിച്ചേനെ. പക്ഷെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നോക്കിയതാ ശാന്ത. ഇവള് ഓളിയം വേണം. ഉക്കാർ ഉക്കാർ. അതെടുത്ത് പടി. പടി. ഇത് സംസ്കൃത, എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ വീശാൻ എടുത്തതാ. அப்படினா வீஸ். அப்போ மண்டோதரி வந்தா. நான் எத்தனை நாளா சொல்லிட்டே இருக்கு, நம்ம ருக்கு வீட்டுக்கு போறோம், நம்ம ருக்கு வீட்டுக்கு போறோம்னு. எதுக்குடி? ஓ, உங்களுக்கு ஒண்ணும் தெரியாதா? பிரேமன் ஆபீஸ்க்கு போனதுக்கு அப்புறம் ருக்கு தனியா தானே அங்க இருக்கு. கண்ணே தேனேன்னு பார்க்க வேண்டிய டைம் தானே இது. எனக்கும் அது தானடி டென்ஷன். நீ ஒரு காரியம் செய், சீக்கிரம் ரெடி ஆயி வா. இப்பவே அவளை கூட்டிட்டு வரா. போ. கடவுளே, என்று குல நல்ல காப்பாத்துக்கணும். டைம் ஆச்சு, சீக்கிரம் கிளம்பணும். ஐயோ ஐயோ, என்ன அந்த மாதிரி அடிவீங்க? ருக்கு, നീ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് என்ன? ஏப்பா ஏன்டா கத்துற? அப்பா, எல்லா பெண்குட்டிகளையும் 7ാമത്തെ മാസത്തിലെ പ്രസവത്തിന് കൂട്ടിട്ട് പോകുന്നു. ஆனா ஏன் ருக்குനെ மட்டும் எதுக்காக இந்த மாசத்துல நான் கூட்டிட்டு போறேன்? அண்ணா, நீ ஆபீஸ்க்கு போயதுக்கு அப்புறம் ருக்கு இங்க தனியா தானே, நீ எதுக்கு கவலைப்படணும்? உனக்கு டைம் கிடைக்கும்போதெல்லாம் என் வீட்டுக்கு வரலாமே. എനിക്ക് ഇവിടെ നിറയെ ജോലി ഉള്ളപ്പോ ഞാൻ എങ്ങനെയാണ് അപ്പൊ അങ്ങോട്ട് വരുന്നത്? അല്ല ருக்கு. ஆமாப்பா, அவர் சொல்றது உண்மைதான். யோ, டைம் ஆச்சு. ராகாரத்துக்கு முன்னாடி வீட்டுக்கு எத்தனம், சாமி கும்பிடு. கடவுளே, வா. அப்பா பொட்டி நில்ல ருக்கு. டாக்டர் என்ன சொல்லிருக்கு? அப்படி பண்ண கூடாது. மாற மாற. பாத்து. அப்பா பொட்டி மூடி. நானா, சீக்கிரம் எடுத்து வாடா. வா. வாங்க. അമ്മയെ കിട്ടിക്കാൻ. என்னது? അമ്മയെ കിട്ടണ സമയത്തൊക്കെ രുക്കുനെ നോക്കണേ. മെതുവ മെതുവ. என்னடி என்ன? சனிக்கிழமையான என்ன தேய்ச்சி குளிக்கணும், ஒழுங்கா ஆபீஸ் போகணும், நான் கரெக்டா சாப்பிடணும், அழக்கூடாது. அழாதீங்கண்ணா. என்ன இது போயிட்டு வரேன். அம்மா நல்லா பாத்துக்கணும். வேற மனசே வரலப்பா. ஏறமா. என்ன என்ன இங்க வா. அண்ணா, சொல்றதுல ஞாபகம் இருக்குல்ல? நீ பத்திரமா இரு. பொண்டாட்டி ஊருக்கு போயாச்சு. என் பொண்டாட்டி ஊருக்கு போயாச்சு. അപ്പുകുട്ടാ, പരോളിൽ ഇറങ്ങിയ ഒരു ജയിൽ പുള്ളി ഞാനിപ്പോ. ഇനിയുള്ള ദിവസം ഞാനിവിടെ ഒരു കലക്ക് കലക്കും. അപ്പൊ നീ ഒരു ക്രിമിനൽ ആണല്ലേ? ക്രിമിനൽ ഇയാളുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ. മനുഷ്യൻ എത്ര പെട്ടെന്ന് മനസ്സിലാവൂ. ஹலோ, ஒரு விஷயம் தெரியுமா? என் பொண்டாட்டி வீட்டுக்கு போயாச்சு. ഇനി രേണുവിന് തുറന്ന മനസ്സോടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ പ്രേമന് നൽകാം. അല്ല, ചായയോ കാപ്പിയോ, ഞാനതാ ഉദ്ദേശിച്ചത്. പിന്നെ ദേ, എന്നെ ഇവിടുത്തെ അപ്പുക്കുട്ടിനെ ഏൽപ്പിച്ചിട്ടാ എന്റെ രുക്ക് പോയിരിക്കുന്നത്. ആ, നല്ല നിറം. സാരി ഐ മീൻ സാരി. സ്വന്തം സെലക്ഷൻ ആയിരിക്കും. അങ്ങേർക്ക് ഇത്രയും കളർ സെൻസ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തീർച്ചയാ. ആരെങ്കിലും സെലക്ട് ചെയ്തോട്ടെ, അതിന് പ്രേമൻ എന്താ കാര്യം? അത് കൊള്ളാം. എന്താ കാര്യന്നോ ഇത്രയോ മറന്ന? ചിങ്ങം 1-ാം തീയതി രേണുവിന് കിട്ടിയ പുതിയ ഹസ്ബൻഡ് മിസ്റ്റർ പ്രേം. എന്തിനിങ്ങനെ പേടിക്കുന്നേ? താലി കെട്ടിയില്ലെങ്കിലും സാക്ഷിയുണ്ടല്ലോ, ഡോക്ടർ പ്രസാദ്. പിന്നെ രേണു പേടിക്കുന്നു. പേടിയൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി ഹെൽപ്പ്, എന്ത് സഹായം വേണമെങ്കിലും രേണുവിന് എന്നോട് ചോദിക്കാം. ആരും അറിയില്ലെന്നേ. പിന്നെ ഈ ചുറ്റിക്കളി, അതെനിക്ക് വലിയ ഇഷ്ടോ. ബൈ. സാർ ഇന്നിട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസിൽ കണ്ടിന്യൂറ്റി ചേഞ്ച് ഉണ്ടല്ലോ. ഇനി കുറച്ച് മാസത്തേക്ക് യാതൊരു കണ്ടിന്യൂറ്റി ഇല്ല. സാറേ, പെണ്ണുമ്പിള്ള സാറിന് ഡൈവേഴ്സ് ചെയ്തോ? ഡൈവോഴ്സ് ചെയ്തൊന്നുമല്ല, എന്റെ പെണ്ണുമ്പിള്ളക്ക്
ഗർഭം പ്രസവിക്കാൻ വിട്ടു. ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ. ഇനി അവള് വീട്ടിൽ പൊങ്ങിയാലേ ഞാനിവിടെ പൊങ്ങും. ഇവിടെ പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീണ്ടും പണിയൊപ്പിച്ച് അങ്ങ് വിട്ടാ മതി. അയ്യോ കൂടുതൽ സംസാരിക്കല്ലേ, ക്ഷീണിക്കും. കീങ്ങുന്നേ, ബില്ലൊക്കെ ശരിയാക്കി. എനിക്കൊരു 4 ദിവസത്തെ ലീവ് വേണമായിരുന്നു സാർ. എന്താ പ്രത്യേകിച്ച് ഒരു വിശേഷമുണ്ടോ? അല്ല, ഒരു നേർച്ച ഉണ്ടായിരുന്നു. എന്റെ മകൾ സരളയ്ക്ക് 17 വയസ്സ് പൂർത്തിയായാൽ പഴനിമല ചവിട്ടിച്ചേക്കാവുന്നു. സരളയ്ക്ക് 17 വയസ്സോ? അപ്പൊ അതിന്റെ മൂത്തത്? സരസു 19 വയസ്സ്. അപ്പൊ അതിന്റെ മൂത്തത്? സുനന്ദ 21 വയസ്സ്. സരള, സരസു, സുനന്ദ. എന്നിട്ട് ഇതുവരെ ആരും കല്യാണം കഴിപ്പിച്ചിട്ടില്ല സാർ. കഷ്ടമാണ് കേട്ടോ. എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്നോട് നേരത്തെ പറഞ്ഞില്ല? കള്ള കഴിവറടാ മോനെ, ഇതൊക്കെ പറയാൻ കൊള്ളാവുന്നവനാണോ നീ? എന്താ ശങ്കരൂട്ടി ആലോചിക്കുന്നത്? അല്ല സാർ, പറഞ്ഞതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമായിരുന്നല്ലോ. വിഷമിക്കണ്ട. ശങ്കരൻകുട്ടിയുടെ 3 പെൺമക്കളെയും നമ്മൾ ഈ കമ്പനിയിൽ മോഡൽ ഗേൾസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ ശങ്കരൻകുട്ടിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാലോ. എന്താ ശങ്കരൻകുട്ടി ഒരുമാതിരി ഈഗോയും കോംപ്ലക്സും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് എന്നൊരു അന്നായിട്ട് കാണുന്നേ? നിന്ന് സംസാരിക്കാ. എന്റെ മുമ്പിൽ ഇരിക്കണേന് ആരുടെങ്കിലും അനുവാദം ചോദിക്കണോ? ഈ പ്രായമായ പെൺകുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് വയസ്സാകാലത്ത് ഒരു പിതാവിനെ ജോലിക്ക് നടക്കാം. എനിക്കിത് ഇഷ്ടമല്ല ശങ്കരൻകുട്ടി. സാറിന് അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയാ. എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഇതാ ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, അവർക്ക് ഈ ജോലിയിൽ വലിയ താല്പര്യമില്ല സാർ. എന്റെ മോഡലിംഗിന്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഈ ജോലിയിൽ താല്പര്യമുണ്ടാകുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഞാനവരെ പറഞ്ഞ് മനസ്സിലാക്കോളാം. ജ്യേഷ്ഠന്റെ വിരോധമൊന്നുമില്ലല്ലോ. ശങ്കുട്ടിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞത്? മുടിക്കൽ. പണിയല്ല ചോദിച്ചത്, വീട് എവിടെയാണെന്ന്. കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെറ്റെ പെരുമ്പാവൂർ മുടിക്കൽ, ഹൗസിംഗ് കോളനി നമ്പർ 113. 113 113. അങ്ങനെയൊന്നും ഇല്ല സാറേ, ഉള്ളത് മതി. ശങ്കരൻകുട്ടി ഇവിടെ ആരും ഇല്ലെന്നേ, പേടിക്കട്ടെ സാറ് വാ. നന്നായി. മൂത്താളാണല്ലേ? അതെ സാറേ. സുനന്ദ. സാർ ഇപ്പൊ എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. സരസു? ഓ, സരസു ഇവിടില്ലേ? സരസു ഒന്നും ഇവിടെ ഇല്ല സാറേ. ശങ്കരൻകുട്ടിയുടെ മോള് തന്നെയല്ലേ? ആരുടെ മോളാണെന്ന് ആർക്കറിയാം? പുറത്തെന്തൊരു പളം. ഇവിടെ ആരെങ്കിലും കയറി വന്നാ ഇത് പതിവാ. കുഴപ്പാവോ? അയ്യോ, അങ്ങനെ കുഴപ്പമൊന്നും ആവില്ല സാറേ. സാർ കുറച്ച് കാശിങ് എടുത്തേ, ഞാനത് കൊടുത്ത് അവര് ഒതുക്കാം. നോക്ക്, പോ. വീട് തെറ്റിയതാ. ഞാൻ ശങ്കരൻകുട്ടി. എന്നെ സാറാ? സാറ് വന്നാട്ടെ. സാറേ, ഇത് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ഇവനെന്നെ കൊന്നേനെ. അല്ല, ഞാൻ മതി എല്ലാരും പോയാട്ടെ. എന്റെ വീടിന്റെ നമ്പർ എത്രയെന്ന് പറഞ്ഞേ? 113 അല്ലേ? പെരുവഴിയാക്കി തരാം. ഞാൻ പെരുവഴിയാക്കി തരാം. ഇതിനകത്തൊന്നുമില്ലേ? സീറോയാണല്ലോ. ആഹാ, അത് ശരി. ഈ സേട്ടിന് ഈ പരിപാടി ഉണ്ടോ? ഏതായാലും ഇരിക്കട്ടെ, കൊടുക്കാം. വാസന്തി உனக்கு தெரியுமா? ஆமாடா, வீட்டுக்குள்ள ஆபீஸுக்குள்ள நிறைய வேலை இருந்து அதான். சரி, அப்படினா ஏன் ஃபோன் பண்ணல? ஆபீஸ் ஃபோன் அவுட் ஆஃப் ஆர்டர். அப்ப நினைச்ச வீட்டுக்குள்ள வந்து ஃபோன் பண்ணலாம்னு. அங்கேயும் அவுட் ஆஃப் ஆர்டர். ஆக டோட்டல் எல்லாமே அவுட் ஆஃப் ஆர்டர். அதான் நான். என்ன ஃபோன் பூத் பக்கத்துல இல்லையா? பொண்டாட்டியோட பப்ளிக் முன்னாடி போனில எப்படி பேசுறது? அடடா. ஐயோ, அப்படியா? ஐயோ, நான் உங்களை தப்பா நினைச்சிட்டேன். சாரி சாரினா. என்ன இங்க இருந்துட்டு ஒரே போர் அடிக்குதுன்னா? உனக்கு இப்ப பெட்டர் தானே? டாக்டர் சொன்னது தெரியாதா? உள்ள நம்ம சின்ன கண்ண இருக்கு இல்லையா? நடக்க கூடாது. இப்பதான் நடக்கணும். ഇവിടെ ഉണ്ടായിരുന്ന. அப்படி சொல்லுங்கப்பா. முதல்ல உனக்கு எங்க எல்லாம் போனோம் அது சொல்லு. ஆദ്യം பார்க், പിന്നെ ബീച്ച്, പിന്നെ ഐസ്ക്രീം പാർലർ, എല്ലാ இடத்துலயும் போணும். வெயிட் அதுக்கெல்லாம் முன்னாடி நீ டாக்டர் போய் பாரு.
ചെല്ലടാ. சரி சரி ட்ரெஸ் மாட்டிட்டு வா. ஐயோ தேங்க்ஸ்ண்ணா. ஐயோ மெதுவா போனோம். நான் அன்னைக்கு சொல்லி இல்லையா? மெதுவா மெதுவா போனோம். കണ്ണാ പണം തേവ ഇരിക്കാ? ഒന്നും വേണ്ടേ? അയ്യോ പണോ? കുറച്ച് കിട്ടിയാ ഞാൻ ശരി ഞാൻ എടുത്തിട്ട് വരാം. ഇനി ഇതിനെ കൊണ്ട് പോണല്ലോ. சொன்னா என்ன மெடிசின்ஸ் இங்க இருந்து வாங்க வேண்டாமா? வேണ്ട வேണ്ട வெளிய இருந்து வாங்கிடா. இங்க ரொம்ப கத்தி. ஓ அப்படியா? பைசா எதுக்குண்ணா? இது மெடிசின் வாங்குறதுக்கு. ஐயோ இங்க பெரிய கத்தி இல்லையா? வெளியில தான் கத்தி. இங்க ரொம்ப நல்ல மெடிசின். ஐயோ அண்ணா உங்க பேசுங்க. டாக்டர் வரும்போது அவளோட ஒரு பர்ஸ். என்னன்னா? பர்ஸ் என் கையில இருக்கு. நீ போ சீக்கிரமா போ. டிஸ்பென்சர் அடிச்சிடு. அண்ணா நீங்க கூட வாங்கல. நான் இங்க வெயிட் பண்றேன். நீ போ. ஒரு விஷயம் பேசிக்கிறேன்னா. விஷயம் இல்ல அப்புறம் சொல்லலாம். ഹലോ മിസ്റ്റർ അപ്പുകുട്ടൻ. ഹലോ. അത് സംസാരിക്കാനും നേരമില്ല. ഞാൻ സ്വല്പം തിരക്കില്ല. അല്ല ആരാ കൂടെ ഉണ്ടായിരുന്നു? അത് ഈ അമ്മിക്കല്ലിന്റെയും ആട്ടുകലിന്റെയും പരസ്യത്തിലുള്ള ഒരു മോഡലാ. അമ്മിക്കല്ലോ? എന്താ മിസ്റ്റർ അപ്പുകുട്ടൻ? അതെ അവൾക്ക് കുറച്ച് ഗർഭം. അയ്യോ ഞാനല്ല കാരണക്കാരൻ. അല്ല കാരണക്കാരാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലല്ലേ? ചോദിക്കാൻ പോയതുപോലെ തോന്നിയതുകൊണ്ട് ചോദിക്കാതെ തന്നെ മറുപടി പറഞ്ഞേ ഉള്ളൂ. അല്ല മിസ്റ്റർ അപ്പുകുട്ടൻ ഈ മോഡലായിട്ട് ഇവിടെ ചെക്കപ്പ് ഗർഭമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ആർട്ടിസ്റ്റിനെ ചെക്കപ്പ് ചെയ്യിക്കുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതാരും ചോദ്യം ചെയ്യരുത്. അതെന്റെ അവകാശമാണ്. ബൈ ദ ബൈ ഡോക്ടർ എന്താ ഇവിടെ? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട്. പുള്ളി ഒന്ന് കാണാമെന്നാ. അപ്പോഴും ഇവിടെ വരുമ്പോഴും സൂക്ഷിക്കണം. കണ്ണനോ? അണ്ണൻ അണ്ണൻ. അല്ല കണ്ണാന്നാണല്ലോ വിളിച്ചത്. അതെ എന്റെ പഴയൊരു ആർട്ടിസ്റ്റാ. ടിക്ടുണ്ടിയുടെ പരസ്യത്തിൽ ഞാൻ കണ്ണനായിട്ടും അവൾ രുക്മിണിയായിട്ട് അഭിനയിച്ചേ. അന്ന് മുതൽ കണ്ണാ രുക്മിണി കണ്ണാ രുക്മിണി. ഒന്നുമില്ല എന്നാണ് വിളിക്കാറ്. ഇച്ചിരി വട്ടാ. ഒരു മരുന്നൊഴിച്ച് മീതി എല്ലാ മരുന്നും കിടച്ചു. அப்படியா? വെരി ഗുഡ്. யாருண்ணா இது? എന്നോട് ഫ്രണ്ടാ. வணக்கம். വണക്കം പറഞ്ഞ വണക്കം. நான் ഇവരോടെ പൊങ്കൽ. മലയാളത്തിൽ പെങ്ങൽ എന്ന് പറയും. ഈ തമിഴിലെ പെങ്ങളെ പൊങ്കൽ എന്ന് പറയും. അതിന്റെ ഒരു ഉത്സവം തന്നെ ഉണ്ടേ. അതാ അപ്പൊ ധൃതിനെ കുറച്ച് വരട്ടെ. ബൈ സീ യു. വിക്ക് ചിലപ്പോ ഒരു അനുഗ്രഹമല്ലേ? പിച്ചക്കാരനല്ലേ? അവരുടെ രണ്ട് കൂട്ടത്തിലെ ശാന്ത എങ്ങനെ കാണാതിരിക്കായിരുന്നു. ഓഹോ ഫാമിലി ആയിട്ട് തന്നെ ഇറങ്ങിയിരിക്കാണല്ലേ? അല്ല ചേട്ടാ ചേട്ടന്റെ പേഴ്സ്. അത് വന്ന് പത്മയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ കവിതയുടെ അടുത്തുനിന്ന്, അതും അല്ലെങ്കിൽ മേനകയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ ഉറപ്പാ സരിതയുടെ അടുത്തുനിന്ന്. അല്ല ചേട്ടാ വാസന്തിയുടെ അടുത്തുനിന്ന്. வாசந்தி தெரியாதா? புதுசா கட்ட போற தியேட்டர் வாசந்தி. அல்ல சேட்டா நம்ம வாசந்தி. ஐயோ என்ன ഈ பைத்தியக்காரன் என்ன பேசுறது தெரியாது. நமக்கு இந்த ஆளு வந்து வராது. வா வா சீக்கிரம் சீக்கிரம் சீக்கிரம். அது வந்து நீங்க பெட்டிக்கடா வீடு இந்த இடத்திலும் தெண்ட வேண்டாம். நல்ல 5 ஸ்டார் ஹோட்டல் இல்லையா அதுக்கு முன்னாடி இருந்து தெண்டணும். அப்ப 100 ரூபாய் இத கிட்டும். நீங்க ஒருத்தரும் 100 ரூபாய் தான் கிட்ட தந்தா உங்களுக்கு நான் 1 ரூபாய் வீத தரும். கேட்டியா? போ போடு கண்ணா போ. ഡോക്ടറെ ഹോസ്പിറ്റൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ മാനേജ് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ രാജി, ഇന്ന് തിങ്കളാഴ്ചയാണ്. പേഷ്യൻസ് കൂടുതലുള്ള ദിവസമാണ്. ഒരു നിമിഷം പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പേഷ്യൻസിനോട് വെയിറ്റ് ചെയ്യാൻ പറയണം. ഇത്തിരി നേരം വെയിറ്റ് ചെയ്തെന്ന് വെച്ച് ചത്തൊന്നും പോത്തില്ലല്ലോ. എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നോണ്ട് ഞാൻ പേഷ്യൻസിനോട് പറയാം, എന്റെ ഭാര്യയ്ക്ക് അരിയും പച്ചക്കറികളും വാങ്ങണം, ഇല്ലെങ്കിൽ അവള് പിണങ്ങുമെന്ന് പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരാം. പോരെ? അത് മതി. ഇടിക്കരുതേ, ഞാൻ വരുമെന്ന് നീ കരുതിയത്? പിന്നെ ഒന്നുമില്ല. 1 മണിക്കൂർ പോയിട്ട് ഒരു നിമിഷം പോലും എനിക്ക് ഫ്രീ ആൻ പറ്റില്ല. സാധനങ്ങൾ വാങ്ങണമെങ്കിലേ തനിച്ചങ്ങ് പോയാൽ മതി. വേറെ പണിയൊന്നുമില്ലോ. പോട്ടെ. പരിഭവിച്ചും വഴക്കിട്ടുമൊക്കെ നടന്ന് ചികിത്സ മുടക്കി. ഇത് കണ്ടില്ലേ, ബ്ലഡ് ഷുഗർ കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ വാരി വലിച്ച് മധുരം കഴിക്കാറുണ്ടോ? അതുമില്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ? രേണുവിന് എന്ത് ടെൻഷൻ ഉണ്ടാവാനല്ലേ? എന്തായാലും മരുന്നിന്റെ ഡോസേജ് അല്പം കൂട്ടാം. അത് മാത്രം പോരാ, പതിവായി മുടങ്ങാതെയുള്ള എക്സസൈസും മറ്റും വേണം. രേണുവിന്റെ ഹസ്ബൻഡ് ഇപ്പൊ അവിടെ ഉണ്ട്? കടയിൽ അല്ല, ഓഫീസിൽ. താനെന്തോ ഒരുമാതിരി ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട്? ഒന്നുമില്ല. രേണു ഏതായാലും ഇന്ന് വന്ന് നന്നായി. എനിക്ക് എന്റെ അപ്പോയിന്റ്മെന്റ് ഒന്ന് കാണായിരുന്നു. ഒരു വമ്പൻ കോളാ. എന്റെ ഒരു ഫ്രണ്ടിന് 3-4 ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്. അവർക്ക് കുറച്ച് ആഡ് ഫിലിം എടുക്കണം. ഞാനത് എന്റെ ഹസ്ബൻഡിന്റെ ഫേമിനെ കുറിച്ച് അവരോട് പറഞ്ഞത്. ഇന്ന് തന്നെ മിസ്റ്റർ അപ്പുവിനെ കണ്ട് അതൊന്ന് കൺഫേം ചെയ്യണമായിരുന്നു. ഏതായാലും ഞാനിപ്പോ ഫ്രീയാ. നമുക്ക് അപ്പുവിന്റെ ഓഫീസിലൊന്ന് പോവാം. വേണ്ട ഡോക്ടർ, ഞാൻ എന്താടോ മിസ്റ്റർ അപ്പുവിന് ബിസിനസ് കൂടുതൽ ഇടുന്നതിൽ തനിക്കെന്തോ വിരോധമുള്ള പോലെ? അതുകൊണ്ടൊന്നുമില്ല ഡോക്ടർ. ഏതായാലും ഒരു വമ്പൻ ഗോളും ക്യാൻവാസ് ചെയ്ത് തന്നെയും കൂട്ടി അവിടെ ചെല്ലുമ്പോ അപ്പുവിന് അതൊരു സർപ്രൈസ് ആയിരിക്കും. നമുക്കിറങ്ങിയാലോ? ബുദ്ധിമുട്ടാണെങ്കിൽ വരണമെന്നില്ല. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ വരാം. ശരി, ഇറങ്ങാം.
കുറച്ചുകൂടി ചരിഞ്ഞ് കുറച്ച് കൈ എടുത്ത് വെക്കേ. മിസ്റ്റർ പ്രേമൻ അകത്തുണ്ട്, വരൂ. കൈ ഒന്ന് വെക്കണ്ട. ജോൺ എടുത്തോ. ഹലോ ഡോക്ടർ. ഹലോ. എന്താണ് ഡോക്ടറെ കൂട്ടി ഈ വഴിക്കൊക്കെ? ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് എന്റെ ഡോക്ടറെ, അല്ലേ രേണു? ആ ജോണേ, നോക്കി നിൽക്കാണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്ക്. ഭാര്യയെ സൂചിപ്പിക്കാൻ ഇത്ര ചില റൊമാൻസ് ഒക്കെ വേണം, അല്ലേ ഡോക്ടറെ? വന്ന കാലിൽ നിൽക്കാന്ന് വാന്ന്, നമുക്ക് ക്യാബിനിലിരിക്കാം. ഓക്കെ. ആ വാ ജോണേ, നീ ഒന്ന് മാനേജ് ചെയ്തേ. അധികം ടച്ചിങ്സ് വേണ്ട. വരാവേ. ഇവന്റെ ഒക്കെ ഒരു ഭാഗ്യം, ലോകത്തുള്ള പെമ്പിളരൊക്കെ ഇവന്റെ ഭാര്യമാരാ. ഡോക്ടർ പറഞ്ഞ പ്രപ്പോസൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് വരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ആഡ് ഫിലിം ഞാൻ ഡോക്ടർക്ക് ഓഫർ ചെയ്യുന്നു. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രേണുവിനാ. പുള്ളിക്കാരത്തെയാണല്ലോ നമ്മളെ തമ്മിൽ പരിചയപ്പെടുത്തിയത്. അതെ അതെ, രേണുവുമായുള്ള ഈ പരിചയമാണല്ലോ എല്ലാറ്റിനും കാരണം, അല്ലേ രേണു? അത് ഞാനാണ്. ഡോക്ടർ ചെല്ലുന്നിടത്തൊക്കെ ഡോക്ടറെ നോക്കി ഓരോ കപ്പിൾസിന്റെ ഫോട്ടോസ് ഉണ്ടാവും. ഡോക്ടർ ഒന്ന് വീട്ടിൽ വന്നപ്പോ നിന്റെ ചേച്ചിയുടെയും ഹസ്ബൻഡിന്റെ ഫോട്ടോസ് ഉണ്ട്. ഇപ്പൊ ഇത് കണ്ട, ഈ സ്ഥാനത്തിന് ഓർക്കുന്നില്ലേ? ആശുപത്രിയിൽ വെച്ച് അമ്മയ്ക്കല്ലേ ആട്ടുകല്ലേ പരസ്യത്തിന്റെ ജസ്റ്റ് ഫോർ എ ഡെമോൺസ്ട്രേഷൻ ഞാനിങ്ങനെ വെറുതെ വെച്ച് നോക്കിയിരുന്നു. ഇതിന്റെ ലൈറ്റ് അപ്പ് പ്രശ്നമുണ്ടോ, വല്ല കുഴപ്പമുണ്ടോ നോക്കി? നല്ല ഫോട്ടോസ് അല്ലേ? രേണു സൂക്ഷിക്കണം, ആളിത്തിരി ചുറ്റിക്കളയാ. ഡോക്ടർ കരുതും പോലെയൊന്നും അല്ല എന്റെ ശ്രീമതി. എന്റെ പ്രൊഫഷനെ കുറിച്ച് ഇവൾക്ക് നല്ല ധാരണയുണ്ട്, അല്ലേ രേണു? ആ ഇഷ്ടപ്പൂ, ഞാനെന്ന് ഇറങ്ങട്ടെ. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ. പിന്നെ ശ്രീമതിയോട് നിർത്തണോ അതോ ഞാൻ കൊണ്ടുവന്നോട്ട് തന്നെ ഡ്രോപ്പ് ചെയ്യണോ? എന്റെ ഡോക്ടർ ഇങ്ങനെ ധൃതി കൂട്ടല്ലേ. ഞങ്ങളുടെ കാർ വർക്ക്ഷോപ്പിലാ, നമുക്ക് ഒരുമിച്ച് പോവാന്നേ. പോണ വഴിക്കൊരു കാപ്പി കുടിച്ച് പിരിയാം, അല്ലേ രേണു? ഡോക്ടർ മുന്നിൽ തന്നെ പഥ്യം തെറ്റിക്കണോ? ഷുഗർ അധികം കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? എന്റെ ഡോക്ടറെ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇത് തന്നെ പറഞ്ഞു ഞാൻ തോറ്റു. പറയുന്നതിനെതിരെ ചെയ്യൂ. പിന്നെ സ്നേഹമുള്ള ഭാര്യയായി പോയില്ലേ, എന്ത് ചെയ്യാനാ? എന്താ ഒന്നും മിണ്ടാത്തെ? മൗനം വിദ്വാന് ഭൂഷണമെന്നാ, പക്ഷെ അത് വിഡ്ഢിക്കായാലോ? അയ്യോ ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. അപ്പക്കുട്ടൻ തൽക്കാലം അങ്ങോട്ട് മാറിക്കോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം പ്ലീസ്. അപ്പക്കുട്ടാ, അപ്പക്കുട്ടൻ എന്താ ഇവിടെ? ഒന്ന് ഷേവ് ചെയ്യാൻ വന്നതാ. ഷേവ് ചെയ്യാനോ? റെസ്റ്റോറന്റ് എന്തിനാണോ വരുന്നത്? ചായ കുടിക്കാനല്ലാതെ. അല്ല വൈഫ് എവിടെ പോയി? വൈഫ് വൈഫ് ബാത്റൂമിൽ പോയി. ഏത് വൈഫ്? ഒരു മിനിറ്റേ, അത് ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞു നോക്കി. പക്ഷെ സംഭവം എന്താ വെച്ചാല് എന്താ ഇപ്പൊ പറയാമേ, ഇയാളെ പൊട്ടം കളിക്കുന്ന. ഇവിടെ ഏതാടോ തന്റെ വൈഫ്? അത് പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഏത് പിന്നെ ഒന്നും പറയണ്ട. തന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കാന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഏതാടോ ഇപ്പൊ കൂടെയുള്ള വൈഫ്? അത് എന്താണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ പറഞ്ഞ ഇയാളെന്താ ബട്ടൺ സെറ്റ് കുടിക്കാൻ കൊല്ലാൻ പോവാണ്? അല്ല അപ്പക്കുട്ട, ഞാൻ പറയുന്ന ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റാ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അത് അപ്പക്കുട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു നോക്ക്. ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഭർത്താവ് പ്രസവത്തിനാണെങ്കിലും കുറച്ചു നാളിങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു അവസ്ഥ, അത് അപ്പക്കുട്ടൻ അറിയോ? അറിയില്ല. ആ അവസ്ഥക്ക് പരിഹാരമാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഏതാ ഈ അഡ്ജസ്റ്റ്മെന്റ്? ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ മുഖം അപ്പക്കുട്ടൻ കണ്ട എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോകും. തന്നെ കുറിച്ച് അങ്ങനെ വലിയ ഇമേജ് ഒന്നും നേരത്തെ എന്റെ മനസ്സിലില്ല. ആ സ്ഥിതിക്ക് താനിപ്പോ ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കാനും പോണില്ല. ചായ ഞാൻ വേറെ ഹോട്ടലിൽ നിന്ന് കുടിച്ചോളാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ അഡ്ജസ്റ്റ്മെന്റിനെ കൊണ്ട് അങ്ങോട്ടൊന്നും വന്നേക്കരുത്. ഇത് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടാ മതി. ഞങ്ങൾ കുറച്ച് അന്തസ്സുള്ളവർ താമസിക്കുന്ന സ്ഥലം അത്. രേണു അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ നിന്നെ ആ പഠിക്കാത്ത കയറാൻ സമ്മതിക്കില്ല. നാണമില്ലല്ലോടോ തനിക്ക്? വീട്ടിൽ തന്നെ ദൈവം പോലെ കരുതുന്ന ഒരു ഭാര്യ ഉള്ളപ്പോ. ചേറ്റ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ ട്രൈ ചെയ്യാം. എന്റെ മാത്രമല്ല. അല്ല അത് ഓർമ്മയില്ലേ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവ് തറവാട് വീതം വെക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതാ. പണോന്ന് പറഞ്ഞ ഈ മനുഷ്യ കിടന്ന് ചാവും. ഈ കാരണന്മാര് ജീവിച്ചിരിക്കുമ്പോ തറവാട് വീതം വെക്കുന്ന കഷ്ടമല്ലേ? അല്ലേ ഡോക്ടർ? അതൊക്കെ ഭയങ്കര ഒരു കഷ്ടമില്ലെന്നേ. കാരണന്മാര് ചാവാൻ പോണല്ലേ, മക്കൾക്ക് മരുമക്കൾക്കോ സ്വത്ത്.